ഏകദേശം 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു മഴക്കാടും അതുപോലെ ഈ ഒരു റോക്ക് ഗാർഡനും ഒക്കെ. ചെടിയുടെ വേരുകളാട്ടോ ഇങ്ങനെ നിൽക്കുന്നത്, വേരുകളാണ്. അപ്പോൾ ആ വേരുകൾ നമുക്ക് പലതായിട്ട് ചെയ്ത് സ്റ്റൈൽ ചെയ്തെടുക്കാം. നമുക്ക് ഈ ഏരിയയ്ക്ക് നമ്മൾ പേരിട്ടേക്കുന്ന കളിത്തട്ട് എന്നാട്ടോ. ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും നമ്മുടെ റിലേറ്റീവ്സിൻ്റെയും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ബർത്ത്ഡേ സെലിബ്രേഷൻ, വെഡിങ് സെലിബ്രേഷൻ, അതൊക്കെ ഇവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് സെലിബ്രേറ്റ് ചെയ്യും. നമ്മളൊരു ഏകദേശം 5 വർഷം കൊണ്ടാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ബിസിനസ് എന്നുള്ള കാര്യം. അപ്പോൾ അത് കഴിഞ്ഞ് വൈകിട്ട് വന്നിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഒരു 4 മണിക്ക് ഞാൻ കടയിൽ തിരിച്ചു വരും. പിന്നെ മെയിനായിട്ട് ഇന്ന് വർക്ക് നടന്നത് നമ്മളെ കൊറോണ ടൈമിൽ 2019 സ്വയം തന്നെയാണ് ഇതെല്ലാം. എല്ലാ കല്ലുകളും എല്ലാ പണികളും തന്നെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. ഏറുമാടത്തിൽ കയറാൻ പറ്റുന്നതാണല്ലോ, കയറാൻ പറ്റുന്ന. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. 20 വർഷങ്ങളായിട്ട് ഈ കാളവണ്ടിയും ഈ മുറ്റത്തുണ്ട്. നമ്മളിപ്പോൾ ഈ കാർ ഷെഡിലൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ കാളവണ്ടിക്കായിട്ടും സ്പെഷ്യലായിട്ടൊരു ഷെഡൊക്കെ കൊടുത്ത് അതും ആ ഓർമ്മകൾക്കൊപ്പം ഇവർ ചേർത്ത് നിർത്തുന്നുണ്ടല്ലേ. ഈ ഒരു 12 ഏക്കർ സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാജിക് അത്ഭുതം. അതിൽ തന്നെ 50 സെൻറ്റിലാണ് സജിച്ചേട്ടൻ ഈ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഹായ്, നമസ്കാരം. എനിക്ക് തോന്നുന്നു ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പം ഏകദേശം 50 വർഷം പഴക്കം ഉണ്ടെന്ന് കേട്ടു. എന്നാൽ അതിനേക്കാളും പുറകിലേക്കുള്ള കുറച്ച് ഓർമ്മകളിലേക്കാണ് ചേട്ടൻ ഞങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് അല്ലേ. ചേട്ടന്റെ പേര്? സജിയാണ്. സജിയും അതുപോലെ തന്നെ വൈഫ് ലിസ ചേച്ചിയുമാണ് ഈ ഒരു വീട്ടിലുള്ളത്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. നമ്മൾ കയറിയപ്പോൾ തന്നെ ഇതേണ്ട ഏകദേശം കുറച്ച് ഉള്ളിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക തണുപ്പൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത് വേറൊരു ലോകത്ത് എത്തിയ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പച്ചയിൽ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഫ്ലോറിലാണെങ്കിൽ പോലും ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് കുറച്ച് ഗെയിമുകളാണ്. ഇത് നമ്മൾ പറഞ്ഞാൽ കുളം കരാവുന്നൊരു ഗെയിമുണ്ട്. റൗണ്ട് ചുറ്റി നിന്നിട്ട് കളിക്കുന്ന ഒരു ഗെയിം. കുളം എന്ന് പറയുമ്പോൾ അങ്ങനെ കളിച്ചിട്ടുണ്ട്. ആ ഒരു ഗെയിമാണിത്. പിന്നീട് വരുമ്പോൾ ഇത് കക്ക് കളി അല്ലെങ്കിൽ 8 കളെന്ന് പറയും. ഇങ്ങനെ അവിടെ ഒരു ഒറ്റക്കാലം തൊണ്ടി ചാണ്ടി കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ, ആ കളിയാണ് ഇത് വരുന്നത്. ഇത് പിന്നെ നമ്മൾ പണ്ടൊക്കെ ഈ കളം വെട്ടി കളിയാണല്ലോ. കളം ഈ കോണോട് കോൺ 2 ടീം വരുന്നത്, 2 പേരൊന്നും കളിക്കണം, 3 കല്ല് വെച്ച് കളിക്കുന്ന ഒരു കളിയാണ് ഇത്. പിന്നെ ഗോലി കളി, ഗോലിയുടെ ഇതൊക്കെ ഇപ്പോഴും കളിക്കാറുണ്ടോ? പിള്ളേരൊക്കെ ചാടി കളിക്കാറൊക്കെ ഉള്ളൂ നമ്മൾ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് പിള്ളേർ കളിച്ചിരുന്ന ബാസ്കറ്റ് ബോൾ ഉണ്ട്, അവിടെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ ഗെയിം തൊട്ട് എനിക്ക് തോന്നുന്നു എല്ലാ ഗെയിമുകളും ഇൻക്ലൂഡ് ചെയ്ത് ബാസ്കറ്റ് ബോൾ അടക്കം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിനോട് ചേർന്ന് തന്നെ ഒരു ഗാർഡൻ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മെയ്ഫ്ലവർ ഗാർഡൻ എന്നാണ് പേരും കൊടുത്തിരിക്കുന്നത്. ഇവിടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഡോറ് കാണാം. ഈ ഡോറിൽ നോക്കിയാൽ അറിയാം, എനിക്ക് തോന്നുന്നു ഒരുപാട് ലോക്കുകൾ കാണുന്നുണ്ട്. ഇത് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ലോക്കുകളാണ് വരുന്നത്. സാഷ എന്ന് പറയും, കുറ്റിയും കൊളുത്തു, അങ്ങനത്തെ ഓരോരോ പഴയ നമ്മളെ വീടിന് പൊളിച്ചപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ എടുത്ത് നമ്മളെ ഇവിടെ വെക്കാൻ എന്തെങ്കിലും റീസൺ ഇങ്ങനെ? അത് അങ്ങനെ നമ്മളൊരു പഴയ സാധനങ്ങൾ കളക്ഷൻ കൊണ്ട് ആളുകൾ കാണാവുന്ന രീതിയിൽ ആ രീതിയിൽ നമ്മൾ അവിടെ സെറ്റ് ചെയ്തേക്കണതാണ്. വരുമ്പോൾ തന്നെ ഏതെങ്കിലും ഡോർ ചുമ്മാ കിടക്കണ്ട, അപ്പോൾ ഒരു ഇതായിട്ട് അങ്ങനെ ചെയ്തേക്കണതാണ്. ഇതൊക്കെ ഏകദേശം എത്ര വർഷം പഴക്കം തൊട്ടുള്ള കൊളുത്തുകൾ ഉണ്ടാവും? അത് മുകളിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയാലും ഒരു 50 വർഷത്തിന് മേലെ പഴക്കമാണ്. പഴയ തറവാട് പൊളിച്ചപ്പോൾ നമ്മളിപ്പോൾ ഇത് ഏകദേശം 50 വർഷത്തിനടുത്ത് പഴക്കമുള്ള ഒരു വീടാണ്. അതിന് മുമ്പ് ഒരു ചെറിയ വീടുണ്ടായിരുന്നു, അത് പൊളിച്ചപ്പോൾ കിട്ടിയാണ് ഏറ്റവും മുകളിൽ കാണുന്ന 2 അത് വരുന്നത്. പിന്നീട് അതിന് താഴത്തേക്ക് ഓരോ പ്രാവശ്യവും ഇങ്ങനെ വന്നതാണ്. ചിലതൊക്കെ ഇപ്പോഴും കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. കോമണായിട്ട് ആളുകൾ ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ല. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറെ ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഒരു ഗാർഡൻ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇത് എന്താണ് ഇവിടെ ഈ ഒരു ഏരിയ? ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ ഒരു പഴയ ഒരു ഡോറ് കിട്ടി അങ്ങനെ അതിവിടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണം ഇവിടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കണം, സെൽഫി എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഇവിടെ മെയ്ഫ്ലവർ ഗാർഡൻ എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗാർഡൻ കാര്യങ്ങളൊക്കെ ആരാണ് ഇങ്ങനെ ഇത്രയും നീറ്റായിട്ട് നോക്കി നടത്തുന്നതൊക്കെ ആരാണ്? ഗാർഡൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഞാനാണെങ്കിൽ നീറ്റായിട്ട് നോക്കി നടക്കുന്നത് വൈഫാണ്. വൈഫിനെ വിളിക്കാം. ലിസ ചേച്ചി ഇവിടെ ഉണ്ട് ഓൾറെഡി. ഹായ്. അപ്പോൾ ചേച്ചി നമ്മൾ ഈ വീട് ഇങ്ങനെ, കാരണം
പഴയ കുറേ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നൊരു വീട്, അതും മൂവാറ്റുപുഴയിൽ. അപ്പം ഇവിടെ നോക്കിയപ്പോൾ ഇതേ ഗാർഡനൊക്കെ നല്ല നീറ്റായിട്ട് നോക്കി നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചേച്ചി ഇവിടെ എത്ര ചെടികളാണുള്ളത്, ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത്? ഇവിടെ ആന്തൂര്യത്തിന്റെ വെറൈറ്റി ഉണ്ട്, ആ പിന്നെ ഗോൾഡൻ ലില്ലി, ആ. കലാത്തിയ എന്ന് പറഞ്ഞൊരു കലാത്തിയ? കലാത്തിയ എന്ന് പറഞ്ഞ ചെടിയുണ്ട്. ആ അത് ഏതാണ് കലാത്തിയ ഇവിടെ? ഇതാണ് കലാത്തിയുടെ ഏകദേശം ഒരു 20ഓളം ടൈപ്പ് വെറൈറ്റി നമുക്കിവിടെ ഉണ്ട്. ഓ പിന്നെ ലില്ലികൾ, ഇതൊക്കെ ലില്ലിയുടെ തന്നെ ഒരു 3-4 ടൈപ്പ് വെറൈറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഗാർഡന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ഇവിടെ പറഞ്ഞത് നമ്പറുകൾ പറഞ്ഞത് നമ്മൾ പല സ്പേസ് ഉണ്ട്, അതെല്ലാം ഓരോ പഴയ രജിസ്ട്രേഷനിലുള്ള ഇത് വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതും എല്ലാം വണ്ടി നമ്പർ വെച്ചിട്ടാണ് അല്ലേ? പഴയ രജിസ്ട്രേഷൻ ഓരോ ഡിസ്ട്രിക്റ്റിന്റെ രജിസ്ട്രേഷൻ വെച്ചാണ് ചെയ്തത്. KRV ആയിട്ട് നമ്മൾ കളിത്തട്ട് KRV അത് ട്രിവാൻഡ്രം രജിസ്ട്രേഷനാണ്, KLQ അത് കൊല്ലം രജിസ്ട്രേഷൻ, KLB പത്തനംതിട്ട, അങ്ങനെ ഓരോരോ എല്ലാ ജില്ലകളുടെയും പഴയ രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് ഈ ഒരു സ്ഥലങ്ങളിലേക്ക് കയറി പോകാനുള്ള കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മള് പ്രൈവറ്റ് വണ്ടികളുടെ ഒക്കെ ബ്ലാക്കിൽ വൈറ്റ് ആണ് എഴുതി കൊടുക്കുന്നത്. അപ്പൊ KSRTC വന്ന KLX അത് വൈറ്റില് ബ്ലാക്ക്. ഇപ്പൊ നേരെ തിരിഞ്ഞുണ്ട്, ഇപ്പൊ പ്രൈവറ്റ് എല്ലാം വൈറ്റിൽ ബ്ലാക്കും ആണ് വരുന്നത്. നമുക്കിത് ഒരുപാട് കാര്യങ്ങൾ കാണുന്ന ഈ നെയിം ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം ഇതിനുള്ളിലുണ്ട്. അപ്പൊ നമുക്ക് പോയാലോ? ഈ ഗാർഡൻ്റെ ഈ സൈഡിൽ വരുമ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് ചെന്നൊരു ഫീൽ ഉണ്ട്. ചേച്ചി എന്താണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്? ഇതൊരു ഭംഗിയുള്ള ചെടിയാണ്. ഇതിന്റെ പേര് പ്രിൻസസ് വൈൻ എന്നാണ്. അപ്പൊ ഈ ചെടിയുടെ വേരുകളാട്ടോ ഇങ്ങനെ നിൽക്കുന്നത്, വേരുകളാണ്. അപ്പൊ ആ വേരുകൾ നമുക്ക് പലതായിട്ട് ചെയ്ത് സ്റ്റൈൽ ചെയ്തെടുക്കാം. നമുക്ക് അങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ സ്റ്റൈൽ എടുത്തിരിക്കുന്നതാണ് ചെടിയാണ്. ഇപ്പൊ ഇത് എവിടുന്നാണിത് ഈ ഒരു പ്രിൻസസ് വൈൻ കൊണ്ടുവന്ന? അല്ലെങ്കിൽ നമ്മള് ഗാർഡനിൽ നിന്ന് നഴ്സറിന്ന് കൊണ്ടുവന്ന ഇവിടെ 1 വർഷത്തോളം ആയല്ലേ ഇത്? 1 വർഷം എടുത്തു ഇത്രയും വളർന്നു വരാനായിട്ട്. ഏകദേശം 1 വർഷം എടുത്ത് ഈ ഒരു പ്രിൻസസ് വൈൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇവർ ഇട്ടിരിക്കുന്നത് വളരെ ഭംഗിയുണ്ട്. ഈ ഒരു സ്ഥലത്തിന് വളരെ ചേർന്ന് പോകുന്നുണ്ട്. ഈ ഒരു ഗാർഡന് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു ചെടി കൊടുക്കുന്നത് അല്ലേ? അതെ അതെ, ഭയങ്കര ഭംഗിയായത്. എവിടെ നിന്നാലും അതിന്റെ ഒരു പ്രത്യേക ഒരു ഭംഗി, ഇതിനോട് അട്രാക്ഷൻ ഉണ്ട് ഇതിന്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴും ഇവിടെ ഒരു തയ്യൽ മെഷീൻ ആണല്ലേ? അതിന്റെ ടോപ്പ് നമ്മൾ ഗ്രാനൈറ്റിന് പീസ് വെച്ചേക്കണത്. 2 സിറ്റിംഗ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ ആണ്. വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ ആണ് ഇവിടെ ഒരു സീറ്റിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കറങ്ങാനൊക്കെ പറ്റുമോ? നമ്മൾ കറങ്ങി ശരി, ഇങ്ങനെ കറങ്ങാനും അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് സമയമൊക്കെ അല്ലേ 2 പേർക്ക് വന്നിരുന്ന് സംസാരിക്കാനൊക്കെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ചിലപ്പോൾ 2 പേർക്ക് മാറി സംസാരിക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തമ്മിലായിരിക്കും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അവർക്ക് മാറി സംസാരിക്കാനൊക്കെ ആയിട്ട്. നിങ്ങൾ ഇവിടെയൊക്കെ വന്നിരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. 35 വർഷം പഴക്കമുള്ളൊരു മെഷീനാണ്. അതിന്റെ മെഷീനൊക്കെ മുകളിൽ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ നമ്മളതിന്റെ സ്റ്റാൻഡ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു, അതായത് അവിടെ നമ്മുടെ പാർട്ടിയൊക്കെ നടക്കും. പിള്ളേരുടെ ബർത്ത്ഡേ പാർട്ടിയും വെഡിങ് ആനിവേഴ്സറി ഒക്കെ അവിടെ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുക. കേക്ക് കട്ടിങ് ഒക്കെ അവിടെ വെച്ചാണ്. ഈ ഏരിയക്ക് നമ്മൾ പേരിട്ടേക്കുന്ന കളിത്തട്ട് എന്നാട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിന്റെയും നമ്മുടെ റിലേറ്റീവ്സിന്റെയും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ബർത്ത്ഡേ സെലിബ്രേഷൻ, വെഡിങ് സെലിബ്രേഷൻ അതൊക്കെ ഇവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് ഡെക്കറേഷനും ബലൂണും അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടിലാണ് നമ്മൾ ഒരാളുടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിടുന്നത്. പിന്നെ നമ്മൾ ഫുഡിന് ഇവിടെ എല്ലാവരും ഇതിൻ്റെ ചുറ്റും ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് ഇപ്പോൾ ഫാമിലീസിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ എല്ലാവരെയും എപ്പോഴൊക്കെ അത് അടുത്തടുത്ത് തന്നെ ഒരുമിച്ച് കാണാൻ പറ്റുന്നൊരു സ്പോട്ട് കൂടിയാണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പിന്നെയും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇരുന്ന് കുറേയൊക്കെ സംസാരിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. പിന്നെ ഇവിടെ ഗ്രില്ല് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ചിക്കന് ക്രിസ്മസിന്റെ ഇത് കഴിഞ്ഞ് ക്രിസ്മസിന് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ ആ ഒരു സെറ്റിൽ തന്നെ ഇരിക്കുകയാണെന്നൊക്കെ. ഇവിടെ ഗ്രില്ലിങ് പരിപാടി. ഇവിടെ ഒരു സ്പോട്ട് കാണുന്നുണ്ട്. ഇതാണ് മോക്ടെയിൽ അല്ലേ? മോക്ടെയിൽ എന്നാ പറയുന്നത്. ഇവിടെയാണ് അത്യാവശ്യം ഡ്രിങ്ക്സ് ഒക്കെ ഇവിടെയാണ് കഴിക്കുന്നത്. ചെറിയ രീതിയിലൊരു പഴയ ബാർ സെറ്റപ്പ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. നമ്മളിങ്ങനെ പോകുവാണെങ്കിൽ ഉള്ളിലേക്ക് കടക്കുന്നത് കുറച്ചധികം ഓർമ്മകളിലേക്കാണ്. അത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം തന്നെയാണിത്. ഒരു പെട്ടിക്കടയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ ചേച്ചി? അതെ അതെ, പെട്ടിക്കടയാണ്.
ഇതിനകത്ത് പല വെറൈറ്റി മിഠായികളും പിന്നെ പഴയ കാലത്തെ മിഠായികളാണ് മെയിനായിട്ട് കാണുന്നത്. പിന്നെ പഴയ ടാൽക്കം പൗഡർ. എനിക്ക് തോന്നുന്നു ഞാനൊന്നും കണ്ടിട്ടില്ലാത്ത കുറെ അധികം മിഠായികൾ ഇവിടെയൊക്കെ ഉള്ളത് കണ്ടിട്ടുണ്ട്. ഇതിനുള്ളിലും ഇതൊക്കെ ഇത് കണ്ടിട്ടില്ലാത്ത ഒരു മുളകിന്റെ ഷേപ്പ്. ഇതൊക്കെ എവിടുന്ന കളക്ട് ചെയ്തത്? അപ്പോൾ കാരണം കുറേ ഇതല്ല നമ്മള് ഓൺലൈനില് ഇത് മമ്മി ഡാഡി എന്ന് പറഞ്ഞൊരു മിഠായിയാണിത്. ഇത് ഇങ്ങനെ നോക്കുമ്പോൾ മമ്മി, ഇങ്ങനെ നോക്കുമ്പോൾ ഡാഡി. മമ്മി ഡാഡി മിഠായി. അപ്പോൾ ഓരോ ടൈപ്പ് മിഠായികളാണ്. അതെല്ലാം പണ്ട് ചിലതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ വീണ്ടൊക്കെ ഈ മിഠായികളൊക്കെ വീണ്ടും ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഗ്യാസ് മിഠായിയൊക്കെ പറഞ്ഞ് അതൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാനൊക്കെ കണ്ടിട്ടില്ലാത്ത കുറേ മിഠായികളും ഉണ്ട്. പിന്നെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയൊക്കെ വാങ്ങിയ മിഠായികളും കണ്ടു. പിന്നെ തേൻ മിഠായി പോലുള്ള മിഠായികൾ, പിന്നെ ബിസ്ക്കറ്റ്, നമ്മൾ ABCD 1 2 3 എന്നുള്ള ബിസ്ക്കറ്റ്, ആ ബിസ്ക്കറ്റുകളാണൊക്കെ. അതൊക്കെ ഇപ്പോൾ നമുക്ക് ഇപ്പം നാട്ടിൽ കിട്ടാറുണ്ട്. ഇതൊക്കെ അന്വേഷിച്ച ആൾക്കാർ വരാറുണ്ടോ, അടുത്തുള്ള ആൾക്കാരൊക്കെ? ഇല്ല, അങ്ങനെ നമ്മളിത് പ്രൈവറ്റ് ആണല്ലോ, അപ്പം അങ്ങനെ ആരും ഇത് കണ്ടിട്ടില്ല. നമ്മളെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ അങ്ങനെ മാത്രമാണ് ഇവർ കണ്ടിട്ടുള്ളത്. ഇനി പെട്ടിക്കടയുടെ പുറകിൽ നോക്കുവാണെങ്കിലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാം. എനിക്ക് തോന്നുന്നു പാർലേജി ബിസ്ക്കറ്റ്, ടൈഗർ ബിസ്ക്കറ്റ്, അതുപോലെ ഇത് കുട്ടിക്കൂറ പൗഡർ, പഴയ കുട്ടിക്കൂറ പൗഡർ. ഇത് ടൂത്ത് പൗഡർ, കോൾഗേറ്റിന്റെ ടൂത്ത് പൗഡർ. എനിക്കൊന്നും ഇപ്പൊ കാണാനേ ഇല്ലാത്ത കുറേ. നമുക്ക് കിട്ടില്ല. ഇത് രണ്ടും നമുക്ക് ഓൺലൈനിലേ കിട്ടുള്ളൂ. നമുക്ക് ഇവിടെ നാട്ടിൽ കിട്ടില്ല. കാരണം ഒരാളെ സ്ഥലത്ത് അന്വേഷിച്ചു, ഒരിടത്തും കിട്ടില്ല. കേരളത്തിൽ ഒരിടത്തും ഇപ്പൊ ഇത് നാട്ടിൽ നമുക്ക് കിട്ടില്ല. നാട്ടിലെ ഷോപ്പിൽ കിട്ടില്ല, നമുക്ക് ഓൺലൈനിൽ നമുക്കത്. അതുപോലെ സോപ്പുകൾ, എല്ലാത്തരം പഴയ സോപ്പുകളുടെ നമ്മൾ ഈ സന്തൂർ എന്നൊക്കെ പറയത്തില്ലേ, സന്തൂറിൽ തുടങ്ങി ലൈഫ് ബോയ് ഉണ്ട്, മെഡിമിക്സ് ഉണ്ട്, ചന്ദ്രിക ഉണ്ട്, എല്ലാ സോപ്പുകളും ഉണ്ട്. രാധ, ശ്രീയാമ. ഇങ്ങനെ നോക്കുമ്പോൾ പഴയ കുറേ ആഡുകളൊക്കെ ഓർമ്മ വരുന്നു. പണ്ട് സ്കൂളൊക്കെ വിട്ട് TV-യിലൊക്കെ കണ്ട ആഡുകളൊക്കെ. പിന്നീട് വരുന്നത് ഗോലി സോഡ ഉണ്ട്. എനിക്ക് തോന്നുന്നു സൈഡിലേക്ക് നോക്കുമ്പോഴത്തേനും നമുക്കൊക്കെ പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പഴയ മാഗസിൻസ്, ബോബനും മോളിയും, പൂമ്പാറ്റ, പിന്നെ അതേപോലെ മംഗളപ്പം ഇല്ല, നല്ല മനോരമ ഇതുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഫേവറേറ്റ് ബാലരമയൊക്കെ ഉണ്ട് സൈഡിൽ. പൂമ്പാറ്റ ഇപ്പൊ ഇല്ല, പക്ഷെ എന്തെങ്കിലും ഉണ്ട്. പക്ഷെ ഫ്രണ്ട് പേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടില്ലാന്ന് പറഞ്ഞു. പൂമ്പാറ്റ ഇരിപ്പുണ്ട്. പൂമ്പാറ്റയും ബാലരമയും ചലച്ചിത്ര ഗാനങ്ങളും. ഈ ഒരു പെട്ടിക്കടയുടെ ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. കാരണം ലാലേട്ടന്റെ ചിത്രമൊക്കെയാണ് ഇവിടെ ഈ ഒരു പെട്ടിക്കടയുടെ പോസ്റ്ററായിട്ട് വെച്ചിരിക്കുന്നത്. അത് ആ സമയത്ത് ആ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്ത ഒരു സിനിമയാണത്, ചിത്രം ലക്ഷ്മി എന്ന് പറയും. ആ തിയേറ്റർ ഇപ്പൊ ഇല്ല. പിന്നെ അപ്സര, ജാക്കി ചാന്റെ പോലീസ് സ്റ്റോറി ഉണ്ട്. അതൊക്കെ ഒരുപാട് നാൾ ഇവിടെ തിയേറ്ററിൽ ഓടിയ സിനിമകളാണ്. ഇവിടെ പോലെ തന്നെ ഈ ഒരു സൈഡില് കടമറ്റത്ത് കത്തനാറ്, മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു പേര് തന്നെയാണ് കടമറ്റത്ത് കത്തനാറ്. അത് സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇതാണ് കത്തനാറ്, മോട്ടോർ സ്റ്റേഡിയത്തിൽ തന്നെയാണ് വന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു, അതായത് പെട്ടിക്കട എന്ന സൈഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേനും ഒരു സാധനം എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തു. അതെന്നാൽ ഇത് മെയിനായിട്ട് ബീഡി സിഗരറ്റൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് അല്ല കടയിലും മുമ്പിലും ഉണ്ട്, പെട്ടിക്കടയിലുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയറ് കത്തിച്ച് ഇങ്ങനെ ഇടും. അത് വെച്ചാണ് ആളുകൾ. ഇപ്പോഴത്തെ കടയിലൊക്കെ ഇങ്ങനെ ലൈറ്ററൊക്കെയാണ് ഉള്ളത്. തൂക്കിയിടുന്ന പോലെ പണ്ട് ഇതായിരുന്നല്ലേ, ഇതാണ് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ബീഡിയല്ല സിഗരറ്റ് കൂട്ടും കുറയ്ക്കുന്ന ഇതാന്ന് തോന്നുന്നു. അതിനൊക്കെ കൂട്ടണം കുറയ്ക്കണം. കടന്നു നമ്മൾ തോണിയും തുഴഞ്ഞുമെല്ലേ പലഹാരപ്പെട്ടി സംഭവം തന്നെയാണിത്. എല്ലാവരും അലുമിനിയം കൊണ്ടുള്ള അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇപ്പോൾ വെള്ളം ഉണ്ടാക്കുന്നത്. പഴയ പണ്ട് കാലം ഉപയോഗിച്ചിരുന്ന സംഭവമാണ്. നമ്മൾ അതിൻ്റെ ഒരു പരിചയക്കാരനെ എനിക്ക് തന്നതാണ്. ഓ, അപ്പൊ അതില എനിക്ക് തോന്നുന്നു പഴയ കുറെ, എനിക്ക് തോന്നുന്നു വെട്ട് കേക്ക്, പപ്പട ബോളി, ബോണ്ട, പരിപ്പുവട, ഉഴുന്നുവട, മടക്കെന്ന് പറയുന്നത്. ഇവിടെയാണ് ചായയൊക്കെ വെക്കാറ്. സമോർ എന്ന് പറയും. ഇതിനകത്താണ് പഴയ സ്റ്റൈലിലുള്ള ചായയൊക്കെ അവരിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴും സമോർ എല്ലാ കടയിൽ ഉണ്ട്.
അത് പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് വരുന്നത്. ഇതാ ഒരു പഴയ പഴയ ചെമ്പും കൊണ്ടുള്ള. ഇത് ഏകദേശം എത്ര പഴക്കമുണ്ട്? ഏകദേശം അതെങ്ങനെ പടക്കം കറക്റ്റായിട്ട് എനിക്കറിയില്ല, എന്നാലും ഒരു 10-20 വർഷത്തിന് മേലെ ഉണ്ട്. പക്ഷെ ഇത് പുതിയ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇത് എല്ലാം പുതിയ നമുക്ക് മേടിക്കാൻ ഇപ്പോഴും ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഇതിലായിരുന്നു. പിന്നെ പഴയ റേഡിയോ, നമ്മളെല്ലാം റേഡിയോ ഉണ്ടാവില്ല, എല്ലാ ചായക്കടയിലും റേഡിയോ ഉണ്ടാവും. ഇത് വാൽവ് റേഡിയോ ആണ്. ചായക്കടയിലെ പണ്ട് മെയിൻ ആയിരുന്നു. മെയിനായിട്ട് ഉണ്ടാവുന്നതാണ് പാട്ട്. റേഡിയോ ഉണ്ടാവും, പിന്നെ പത്രം ഉണ്ടാവും. എല്ലാവരും ഇരുന്ന് റേഡിയോ കേൾക്കാനും ന്യൂസ് കേൾക്കാനും പേപ്പർ വായിച്ച് ചില രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് എല്ലാ നാട്ടുമ്പുറങ്ങളിലെല്ലാം ചായക്കട പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ടാണ് നീ ഒരു നാട്ടിൻപുറ ജീവിതം അല്ലെങ്കിൽ ഇതുപോലൊക്കെ കാര്യങ്ങളോടൊരു ക്രേസ് ഈ ജനറേഷനിൽ നിന്നും തോന്നുന്നത്? പഴയ ഒരു സാധനങ്ങളോട് നേരത്തെ മുതലും ഉണ്ടായിരുന്നു. അതുപോലെ അപ്പച്ചനായിട്ട് പഴയ സാധനങ്ങളെല്ലാം ഇങ്ങനെ കളയാതെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. അത് കണ്ട് അതിനോടൊരു ക്രേസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചായക്കട പോലെ ചെയ്യാം എന്ന് തോന്നി. കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇല്ലാത്ത സാധനങ്ങൾ കുറച്ച് ഈ സമോറൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ കളക്ട് ചെയ്ത സംഭവമാണ്. സമോറ്, ഈ പലഹാരപ്പെട്ടി കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് കഴിഞ്ഞാൽ പഴയമയോട് താല്പര്യമുണ്ട്, അതിനോടനുസരിച്ച് അങ്ങനെ ചെയ്തതാണത്. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇവിടെയും പോസ്റ്റേഴ്സ് ഉണ്ട്. പണ്ട് എല്ലാ ചായക്കടയിലും അല്ലെങ്കിൽ എല്ലാ സാധനത്തിലും ഓരോ പോസ്റ്റർ പരസ്യങ്ങൾ. അത് ബോംബെ ഡൈൻ്റെ പഴയ ഒരു പരസ്യമാണ്. ഇത് ഇവിടെ നോക്കിക്കേ, ചായയുടെ ഒക്കെ ചായയുടെ പൈസയാണല്ലേ? ഒരു 80 35 പൈസ ചായക്ക്. ചായക്ക് 35 പൈസ, കാപ്പി 40 പൈസ, ബോണ്ട കേക്ക് അതിനെല്ലാം 35 പൈസ, മടക്കിന് 30 പൈസ ആയിട്ടാണ് വരുന്നത്. അന്നത്തെ റേറ്റ് ആണ്. ഒരു 80-85 കാലഘട്ടങ്ങളിൽ 35 രൂപയാണ് ചായക്ക്. പണ്ട് 35 പൈസ ഉണ്ടായിരുന്ന ചായയാണെന്നൊക്കെ. ചായ മേടിച്ചിട്ട് കടം പറഞ്ഞു പറ്റുബുക്ക് പോലെ എവിടെയെങ്കിലും ഭിത്തിയിലൊക്കെ എഴുതുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ആ ഒരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കട നമ്മൾ അടുത്ത് ഉണ്ട്. ഈ ഒരു പാറ്റേൺ അതായത് ചുമ്മാ പുള്ളി ഇങ്ങനെ ഫ്ലെക്സിൽ ഇങ്ങനെ എഴുതിയിടും, പേര് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ 35 പൈസ എന്ന് പറഞ്ഞില്ലേ, ഈ പൈസയൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു കോയിൻ ബോക്സ് ഇവിടെ ഉണ്ട്. ഇവിടെ വെറൈറ്റി കോയിൻസ് ഉണ്ട്, പഴയകാല കുറെ പൈസകളുണ്ട്. 2 പൈസയുണ്ട്, 5 പൈസ, 3 പൈസ, പല പല പൈസകളുണ്ട്. 5 പൈസയൊക്കെ. അങ്ങനെ ചായക്കട നമ്മൾ അതേ ഒരു രീതിയിൽ തന്നെ അല്ലേ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ചായക്കടയോട് ചേർന്ന് തന്നെ നമുക്ക് കാണാം ഒരു ലെറ്റർ ബോക്സ് ആണല്ലേ മിക്ക ചായക്കടയിലാണ് ഇത് ലെറ്റർ ബോക്സ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചക്രം അല്ലേ, വെള്ളം അങ്ങോട്ടേക്ക് മാറ്റുന്നത് ചവിട്ടി പാല് കളക്ട് ചെയ്യുന്ന പാത്രവും പിന്നെ സൈക്കിളും, പാൽക്കാരന്റെ സൈക്കിളും ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. എനിക്കത് ഇപ്പൊ ഇത് പാല് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പാത്രം തന്നെ, പണ്ടത്തെ ആ ഒരു പാത്രം. ഇപ്പൊ സ്റ്റീലൊക്കെ അല്ലേ എല്ലാവരും, അലൂമിനിയം ആണല്ലോ. അലൂമിനിയം പാത്രമാണ്. ഇവിടെ കുറെ അധികം കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. ഇവിടെ നമുക്ക് 4 ടൈപ്പുള്ള വെള്ളച്ചാട്ടം കാണാം. ഒരെണ്ണം ഇത് ചെറിയ മഴ പോലെ അവിടെ, പിന്നെ ഒരെണ്ണം കിളിക്കൂട്ടിനകത്തുണ്ട്, ഒരെണ്ണം കുളത്തിലുണ്ട്. പിന്നെ ഇതൊരു വാഷേരിയ കേട്ടോ. ഇതിന്റെ കല്ലും സംഭവമൊക്കെ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തെടുത്തേക്കുന്ന. ഇതിന്റെ മുകളിലൊരു ചെറിയ അക്വേറിയം ഉണ്ട്, കുറച്ച് മീനുണ്ട്. ഇവിടെ നമുക്ക് വാഷേരിയൊക്കെ വളരെ ഗംഭീരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, കല്ലുകളൊക്കെ വെച്ചിട്ട്. കാരണം ആ ഒരു വെള്ളച്ചാട്ടം, അതിനൊപ്പം കുറച്ച് കല്ലുകൾ, അവിടെ ഒരു വാഷ് ഏരിയ, അവിടെ ഒരു അക്വേറിയം ഒക്കെ വളരെ ഗംഭീരം. എനിക്ക് തോന്നുന്നു കിളിക്കൂടുകളും ഉണ്ട്, കിളികളുണ്ട് ഇതിനകത്ത്, മുകളിലൊക്കെ കിളികൾ കൂടെ ഉണ്ട്. ശരിക്കുള്ള കിളിക്കൂടുണ്ട്. ഇത് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടേക്ക് കിളികളൊക്കെ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും കുറേയധികം കിളികൾ നമുക്ക് കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ കിളികളുണ്ട്. പിന്നെ അവിടെ ഏതാണെന്നെങ്കിൽ എന്ന് രാവിലെ ഈ കാട്ടുകോഴി വരും ഇവിടെ. കാട്ടുകോഴി കഴിഞ്ഞാൽ കരിയില കോഴി ഞങ്ങളിവിടെ പറയുന്നത്, ചെറിയ കോഴിയായിരിക്കും. ഒരു 3 എണ്ണം ദിവസവും ഇവിടെ ഈ നാടിനെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വന്നിട്ടൊരു വെയിൽ ഒരു 7-7:30 വരെ അവർ ഗാർഡനിലേക്കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പറമ്പിലേക്ക് തന്നെ പോകും. വേറെ ഏതൊക്കെ കിളികളാണ് നിങ്ങൾ ഈ കൂടൊരുക്കിയതിന് ശേഷം വന്നത്? പിന്നെ വന്നേക്കുന്ന ഉടുമ്പുണ്ട്, 3-4 ടൈപ്പ് ഉടുമ്പുണ്ട് ഇവിടെ. ഉടുമ്പുകൾ എത്തിയിട്ടുണ്ട്. അത് പറമ്പിലുള്ള കേട്ടോ.
പിന്നെ കിളികളെന്ന് പറയുകയാണെങ്കിൽ തേൻ കുടിക്കാൻ തേൻ കിളി, പിന്നെ അടക്ക, അങ്ങനെ ചെറിയൊരു പേരറിയാൻ പാടാത്ത ഒരു പ്രാവശ്യം കുറേയധികം കിളികൾ വരാറുണ്ട്. വരാറുണ്ട്. ഇവിടെ ഉണ്ട്. ഓരോ സമയത്ത് ഓരോ രീതിയിലും ആണ് അവർ വന്നു പോകുന്നത്. ചില കിളികൾ രാവിലെ വന്നവരുണ്ട്, ചില ഉച്ചയ്ക്ക് പിന്നെ വൈകിട്ട്. പല ടൈപ്പ് കിളികൾ ഇങ്ങനെ വരാറുണ്ട്. ഇതിനകത്ത് മാത്രം വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തും മോട്ടർ വെച്ചിട്ട് വെള്ളം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വെള്ളം ഇതങ്ങനെയാണ്. ഇത് നേരെ പറമ്പിലേക്ക് തന്നെ വെള്ളം ഒഴുകി പോകുന്നത്. പറമ്പിലേക്ക് തന്നെ പോകുന്ന രീതിയിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, മഴ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾക്ക് മഴ നനയാൻ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മഴ നനയണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ മഴ നനയാൻ തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് മഴ ഇങ്ങനെ കൊള്ളാം. മഴയോടൊപ്പം തന്നെ ഇവിടെ കുറേയധികം ചെടികൾ വെച്ചിട്ട് മഴക്കാട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ ചെടികളാണ് ഇവിടെ? വെറൈറ്റി ചെടികളാണ്. ഇത് ടോർച്ച് ജിഞ്ചറാണ്. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു ജിഞ്ചർ ഉണ്ട്, അത് ഷാംപൂ ജിഞ്ചറാണ്. ഷാംപൂ ജിഞ്ചർ, ടോർച്ച് ജിഞ്ചർ, ഇതൊക്കെ എവിടെ നിന്നാണ്? ഇതൊക്കെ നമ്മൾ നഴ്സറിയിൽ വാങ്ങിച്ചു. ഗലാത്തിയുടെ വെറൈറ്റി. ഇതിലേക്ക് നോക്കിയാൽ അറിയാം ടോർച്ചിന്റെ ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാനും അധികമൊന്നും കണ്ടിട്ടില്ല. ടോർച്ച് ജിഞ്ചർ, അതുപോലെ തന്നെ ഷാംപൂ ജിഞ്ചർ, അതിനകത്ത് ഞെക്കി കഴിഞ്ഞാൽ ഷാംപൂ വരും. ഓ, ഇത് റോക്ക് ഗാർഡൻ ആട്ടോ. ഇവിടെ പ്രത്യേക രീതിയിൽ റോക്കുകൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അറേഞ്ച് ചെയ്തതാണോ? ഇങ്ങനെ അറേഞ്ച് ചെയ്തതാണ്. കല്ലുകൾ കളക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഇരിക്കാവുന്ന, പിന്നെ എല്ലാവർക്കും ഇരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് വെയിറ്റ്, പണ്ടത്തെ വെയിറ്റ് നോക്കുന്ന ഒരു കല്ലാണ്. പല വെയിറ്റുകളുണ്ട്. അത് 10 കിലോ, ഇത് 7.5 കിലോ. ഇത് ഉപ്പല്ലേ, ഇത് ഉപ്പ് കളക്ട് ചെയ്യുന്ന കല്ല്. പാത്രത്തിന് പകരം കല്ല് കാണുന്നു. പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല കല്ലുകളും പല ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടല്ലേ? ഉപ്പ് കളക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ വെയിറ്റ് നോക്കാൻ. ഇത് അതെ, ചെറിയ രീതിയിലൊരു അരകല്ലും അമ്മിക്കല്ലും. ഇതും നമുക്ക് ഇരിക്കാൻ വേണ്ടിട്ടും കല്ലിൽ തന്നെയാണ് കൊത്തിയിരിക്കുന്നത് അല്ലേ? ഇതെല്ലാം കല്ല് തന്നെയാണ്. ഇതൊക്കെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. ഇതൊക്കെ ആരുടെ ഒരു ഐഡിയ ആണ്? ഇങ്ങനെ സജിയുടെ തന്നെയാണ്. എത്ര ദിവസം എടുത്ത് ഈ ഒരു ഗാർഡൻ? എത്ര നാളത്തെ? നമ്മളിത് ഏകദേശം 5 വർഷം കൊണ്ടാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ബിസിനസ് എന്നുള്ള കാര്യം. അപ്പം അത് കഴിഞ്ഞ് വൈകിട്ട് വന്നിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഒരു 4 മണിക്ക് ഞാൻ കടയിലേക്ക് തിരിച്ചു വരും. പിന്നീടുള്ള പണി പിന്നെ സൺഡേസ്. പിന്നെ മെയിനായിട്ട് ഇന്ന് വർക്ക് നടന്നത് നമ്മളെ കൊറോണ ടൈമിൽ 2019 സ്വയം തന്നെയാണ് ഇതെല്ലാം. എല്ലാ കല്ലുകളും എല്ലാ പണികളും തന്നെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. പിന്നെ വെൽഡിങ് പണി അതൊക്കെ നമ്മൾ ആളെ വിളിച്ച് ചെയ്തു. ഇപ്പോൾ ഇന്നത്തെ വെൽഡിങ് ഇതെല്ലാം പഴയ സംഭവങ്ങൾ തന്നെയാണ്. പഴയ കടയിലുണ്ടായിരുന്നതും പുറമേ നിന്നൊക്കെ ആക്രി കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പൈപ്പുകൾ കാര്യങ്ങൾ വെച്ചാണ് ചെയ്തതാണ്. വെൽഡിങ് എല്ലാം നമ്മുടെ സുഹൃത്ത് സാജു എന്ന് പറയും, പുള്ളിയാണ് എല്ലാം ചെയ്തു തന്നത്. ഏകദേശം 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു മഴക്കാടും അതുപോലെ തന്നെ ഈ ഒരു റോക്ക് ഗാർഡനും ഒക്കെ. ആരുടെയാണ് ഈ ഒരു കേവ് സെറ്റപ്പ് കൊണ്ടുവരാന്നുള്ളൊരു ഐഡിയ? അല്ലെങ്കിൽ ഇത് അങ്ങനെ പറയാനില്ല, എല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ച് കേവ് അങ്ങ് സെറ്റ് ചെയ്തേക്കാം. ഗുണ കേവിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു കേവ് ഒക്കെ അങ്ങ് സെറ്റ് ചെയ്തേക്കാന്ന്. പഴയ അറപ്പുര എന്ന് പറയാം, അതിന്റെ ഒരു ഡോറാണത്. ഒരു 100 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു ഡോറിന്റെ ഒരു പീസാണത്. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന ഫോട്ടോഷൂട്ടൊക്കെ, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രം അവർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഐഡിയ ഒക്കെ എങ്ങനെയാണ്? കാരണം ഈ ഐഡിയ നമുക്ക് ഈ ഒരു ഗ്രാൻഡ് പീസ് കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട എങ്ങനെ കൊള്ളായിരിക്കും തോന്നി. അങ്ങനെ നമ്മൾ ടയറിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യണം ചെയ്ത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ ഏകദേശം ഞങ്ങളെല്ലാം ബ്രദേഴ്സ് എല്ലാം കൂടുകയാണെന്നുണ്ടെങ്കിൽ 10-15 പേരുണ്ടാവും, പിള്ളേർ ഉൾപ്പെടെ. അപ്പോൾ എല്ലാവർക്കും കൂടെ വന്നിരിക്കാം. പിള്ളേർ ബാക്കിൽ എണീറ്റ് നിൽക്കും. ഇവിടെ ഞങ്ങൾ കാർന്നന്മാരെ ഇരിക്കുക, അമ്മച്ചിയൊക്കെ നടത്തിയിരിക്കുക. അങ്ങനെ എല്ലാവർക്കും കൂടെ 10-15 പേരുണ്ടെങ്കിലും ഇരുന്ന് ഫോട്ടോ എടുക്കാവുന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു ടെലിഫോൺ ബൂത്താണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കോയിനിട്ട് സംസാരിക്കുന്നത്, ഇത് ഫ്രണ്ടില്ല, കോയിനിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടെലിഫോൺ ബൂത്ത്. നിങ്ങൾ ടെലിഫോൺ ബൂത്ത് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ശരിക്കും റിയൽ ലൈഫിൽ? ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് കടയിൽ ചെന്ന് കോയിനിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ടെലിഫോൺ ബൂത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടോ ഈ ടെലിഫോൺ ബൂത്തുകളൊക്കെ? ഒരു കാലം എത്ര? അത് എനിക്ക് ഈ ഒരു മോഡലിലൊക്കെ ഒരു 90s വരുന്നുണ്ടാവുള്ളൂ. അതിനുശേഷം പിന്നെ ബൂത്ത് ഇല്ലാണ്ട് സൈഡിൽ തന്നെ ഫോൺ വെച്ച് അങ്ങനെ ഓരോ ഷോപ്പിൽ ചെല്ലുമ്പോൾ ഒരു ബോക്സ് മാത്രം കാണും, അതിൽ കോയിനിട്ട് വിളിക്കുക, അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാതറിംഗ് ഏരിയ, 2 പേർക്കോ 4 പേർക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ഇവിടെ വീണ്ടും നമുക്ക് ഇരിക്കാൻ വേണ്ടി മരത്തിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.
ഓരോ സിറ്റിംഗ് ഏരിയയും എനിക്ക് തോന്നുന്നു അവിടെ ആണെങ്കിൽ കല്ലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ തടി മരത്തിലാണ്. നമ്മുടെ മുമ്പേ ആണെങ്കിൽ ഷോക്ക് അബ്സോർബറിൽ വരെ ഇവിടെ സിറ്റിംഗ് സീറ്റുകൾ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കൂളായിട്ടിരുന്ന് സംസാരിക്കാൻ തോന്നുന്നുണ്ട്. ഓരോ സിറ്റിംഗ് ഏരിയ എണീക്കാൻ തോന്നുന്നില്ല, എനിക്ക് അത്രയും ഗംഭീരം. ഇവിടെ ഒരു മിനി ലൈബ്രറി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണല്ലേ ബുക്കുകളൊക്കെ. അപ്പൊ പുസ്തകമൊക്കെ വായിക്കാൻ പറ്റിയൊരു സ്ഥലമല്ലേ. അപ്പൊ ഇവിടെ ഇരുന്ന് പുസ്തകമൊക്കെ വായിക്കാറുണ്ടോ? എങ്ങനെയാണ്? ചിലപ്പോൾ വായിക്കാറുണ്ട്, പിള്ളേരൊക്കെ വായിക്കാറുണ്ട്. ബഷീറിന്റെ അതുപോലെ തന്നെ MDയുടെയും എല്ലാം കുറേ അധികം ബുക്ക് കളക്ഷൻസ് ഉണ്ട്. നാച്ചുറലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്ന കേട്ടോ ഈ കുളമൊക്കെ. പിന്നെ കുളത്തിനകത്ത് നമുക്ക് വൈറ്റ് ഷാർക്ക് ഉണ്ട്. ഓ, വൈറ്റ് ഷാർക്ക് ഈ കുളത്തിലുണ്ട്. ഇത് നമ്മുടെ പണ്ടത്തെ കൊട്ടയില്ലേ, പ്ലാക്കൊട്ടാന്ന് പറയുന്നത്, വെള്ളം കോരണത്. വെള്ളം കോരുന്നത് ഇവിടുന്ന് എടുത്തിട്ട് കൃഷി ആവശ്യങ്ങളും പാടമൊക്കെ നനയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കൊട്ടയാണത്. റെയിൻ മെഷർ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. പലർക്കും അറിയായിരിക്കും, പലർക്കും ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയുമെന്നറിയില്ല. ആ ഒരു സാധനമാണ് ഇത്. ഇനി നമ്മൾ പോകുന്നത് ഒരു ഏറുമാടം കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഏറുമാടത്തിൽ കയറാൻ പറ്റുമോ? കയറി പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 3-4 പേർക്ക് നിൽക്കുകയൊക്കെ ചെയ്യാം അവിടെ. ഇതാണ് നമ്മൾ പറഞ്ഞ കിളിക്കൂട് അല്ലേ? ഏതൊക്കെ കിളികളുണ്ട് ചേച്ചി? പിഞ്ചസ് മാത്രമേ ഉള്ളൂ. അത് 2 വെറൈറ്റി ആയിട്ട് ഉണ്ടെന്നേ ഉള്ളൂ, വൈറ്റും ഒരു ഗ്രേ കളറും. ഏറുമാടത്തിൽ കയറാൻ പറ്റുന്നതാണല്ലോ. കയറാൻ പറ്റുന്ന, നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. സ്ട്രോങ് ആണെന്നൊക്കെ. ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏറുമാടം. നല്ല രസമുണ്ട്. കാരണം ആർട്ടിഫിഷ്യലായിട്ട് ഈ ഒരു വീട്ടിന്റെ ഇതുപോലൊരു ഏറുമാടമൊക്കെ സെറ്റപ്പ്. കാരണം റിസോർട്ടിലൊക്കെ പോയൊരു വൈബാണ് ശരിക്കും ഈ ഒരു വീടിന്റെ ഈ ഒരു ഭാഗം ശരിക്കും എനിക്ക് തന്നത്. കാരണം നാച്ചുറൽ ആയിട്ടുള്ളൊരു മഴ, അത് കഴിഞ്ഞൊരു ഏറുമാടം ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് എത്ര നാളെടുത്ത് ചേട്ടാ ഇങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? പിന്നെ ഈ ഏറുമാടത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാർഡനിലുള്ള ഒരു വ്യൂ കിട്ടും, മൊത്തത്തിലുള്ള വ്യൂ കിട്ടും നമുക്ക് ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ. ഒറ്റ ഇതില്ല. 2 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അവരുടെ പേര്? മോളുടെ പേര് സാനിയ സജി, മോന്റെ പേര് രോഹൻ. സാനി ഇപ്പൊ എന്ത് ചെയ്യുന്നു? സാനിയ എഞ്ചിനീയറിംഗിന്. മോൻ 9th. ഇവിടെ 2 കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പഴയകാല ഗെയിമിൽ തുടങ്ങി. നമ്മൾ ആദ്യം കാണിച്ചില്ലേ, അതുപോലെ തന്നെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട് വരെയാണ് ഈ മുറ്റത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? 2 പേരും ടീമിലൊക്കെ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ടീമിലൊക്കെ ഉണ്ട്. പിന്നെ അവര് വൈകുന്നേരങ്ങളിൽ വന്ന് കളിക്കാറുണ്ട്. ഞങ്ങളെല്ലാരും കളിക്കും. ബാസ്കറ്റ് ബോൾ പ്ലെയേഴ്സ് ആണ് എല്ലാവരും. ഈ ഒരു കാളവണ്ടി എങ്ങനെയാണ്? ഇത് നമ്മളെ ഏകദേശം ഒരു 20 വർഷം മുമ്പ് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയൊരു വണ്ടിയാണിത്. 20 വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയതാണ്. പഴയ വിറകുവരെയാണ് ഇടുന്നത്. വിറകുവിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് കാളവണ്ടി ഷെഡായിട്ട് പിന്നെ മാറ്റി. കാളവണ്ടിക്ക് വേണ്ടി മാത്രമേ. ഇത് വില്ലുവണ്ടി, അത് യാത്രകൾക്ക് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയായിട്ടാണ്. അത് വില്ലുവണ്ടിയാണ്. 20 വർഷങ്ങളായിട്ട് ഈ കാളവണ്ടിയും ഈ മുറ്റത്തുണ്ട്. നമ്മളിപ്പോൾ ഈ കാർ ഷെഡിലൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ കാളവണ്ടിക്കായിട്ടും സ്പെഷ്യലായിട്ടൊരു ഷെഡൊക്കെ കൊടുത്ത് അതും ആ ഓർമ്മകൾക്കൊപ്പം ഇവർ ചേർത്ത് നിർത്തുന്നുണ്ടല്ലേ? ഇങ്ങോട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് കുളപ്പുരയാട്ടോ. ഇത് നമ്മുടെ മലയാള സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ. അതെ, ഈ കുളം നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇതിനകത്ത് കുറേ മീനുകളും കാര്യങ്ങളുമായിട്ട് ഈ പുര നമ്മുടെ ആ പഴയ പുരയിൽ ഓടൊക്കെ എടുത്ത് അതിൻ്റെ വാതിലൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. സിനിമകളിലൊക്കെ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു കുളപ്പുരയും ഇവര് മിനിയേച്ചറായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടാലറിയാം, ഭയങ്കര ഒരു ഫീൽ. ആ ഒരു ഓളമൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ ആ ഒരു പഴയ ഓർമ്മകളൊക്കെ അല്ലേ? അതെ. കാരണം പണ്ട് കുളിക്കാനൊക്കെ കൂടുതലും കുളത്തിലും അല്ലെങ്കിൽ കുളങ്ങളൊക്കെ ആയിരുന്നു. അമ്പലക്കുളവും അതുപോലെ വീടിനനുബന്ധിച്ച് ഹിന്ദുക്കളുടെ വീട്ടിലാണ് ഈ സംഭവം കാണുന്നത്. പെട്ടെന്നാണെങ്കിലും മൊത്തത്തിൽ പഴയ കുറേ ഓർമ്മകളിലേക്കാണ് നമ്മളെ ഈ വീട് കൂട്ടിക്കൊണ്ട് പോയത്. ഇത് ഏകദേശം വീടും ഈ എത്ര സ്ഥലമുണ്ട്? ഏകദേശം അതിൻ്റെ ജ്യേഷ്ഠനും കൂടി 12 ഏക്കറോളം സ്ഥലമുണ്ട്. നമ്മളിൽ ഒരു 50 സെൻറ്റിലാണ് നമ്മളെ ഈ ഗാർഡനും മുറ്റവും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 12 ഏക്കർ സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാജിക് അത്ഭുതം. അതിൽ തന്നെ 50 സെൻറ്റിലാണ് സജിച്ചേട്ടൻ ഈ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാസ്കറ്റ് ബോൾ പ്ലെയർ രോഹൻ ഓൾറെഡി വീടിനുള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞു ചേച്ചി. നമുക്കൊന്ന് വിളിച്ചാലോ?
അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീട് പറയാതിരിക്കാൻ പറ്റില്ല, എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, അത്ര ഗംഭീരമാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കും ഈ ഒരു വീടും പഴയ ഓർമ്മകളിലേക്കൊക്കെ പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നേച്ചറോട് ഇത്രയധികം ഇഴുകി ചേർന്നൊരു ഭവനം അല്ലെങ്കിൽ ഒരു വീടെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഒരുപാട് സന്തോഷം. പ്രകൃതി എത്രത്തോളം നമ്മൾക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മളോട് അടുത്തിരിക്കുന്നു എന്നൊക്കെ ഈ വീടൊക്കെയാണ് ഒരു അടയാളമായി നമുക്ക് കാണിച്ചു തരുന്നത്.